ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ചലേം എന്ന് പറയുന്ന ഒരു കഹാനി. കഹാനി എന്ന് പറഞ്ഞ ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തേത് ഏതാണ്? കിസ് തരഹ് രചന ഹെ, ഏത് തരത്തിലുള്ള രചനയാണ്? രചന കാ നാം ക്യാ ഹെ, രചനയുടെ പേരെന്താണ്? രചനാകാർ കോൻ ഹെ, എഴുതിയ ആൾ ആരാണ്? ഈ 3 കാര്യങ്ങളും പഠിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, ചലേം കിസ് തരഹ് കി രചന ഹെ, ഏത് തരത്തിലുള്ളതാണ്? കഹാനി, കഥയാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു സംസ്മരണമാണ്. പിന്നെ മുന്നേ പഠിച്ചിട്ടുള്ളത് ഒരു കവിതയാണ്. അപ്പൊ അതുപോലെ ഇത് വേറൊരു ഒരു രചനയാണ് കഹാനി എന്ന് പറയുന്നത്. കഹാനി എന്ന് പറയുമ്പോൾ എഴുതിയ ആൾ ചോദിക്കണം അല്ലെ, കഹാനിക്കാർ കോൻ ഹെ അല്ലെ. കഹാനിക്കാർ ആരാണ്? ഇവിടെ ആരാണ്? സാരിക ടാക്കൂർ. ഇതൊരു ലേഡി അല്ലേ, അപ്പൊ നമ്മൾ കഹാനിക്കാർ എന്ന് പറയില്ല, കഹാനിക്കാര എന്നാ പറയുന്നത് കേട്ടോ. ലേഖക്, അത് ഒരു സ്ത്രീ ആവുമ്പോൾ നമ്മൾ ലേഖിക എന്ന് പറയും അല്ലെ. ഒരു ലേഖനം എഴുതുന്ന ആളെയാണ് നമ്മൾ ലേഖക അല്ലെങ്കിൽ ലേഖിക എന്ന് പറയുന്നത്. ഇവിടെ കഹാനി ആയതുകൊണ്ട് എന്തെന്ന് പറഞ്ഞു? കഹാനിക്കാർ അല്ലെങ്കിൽ കഹാനിക്കാര എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെയാണ് ഒരു കവിതയാണെങ്കിലോ നമ്മൾ കവി എന്ന് പറയും അല്ലെ. അപ്പൊ അത് ഏത് രചനയാണോ അതനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ ഏകാംഗി നമുക്കറിയാം എന്താണ്? നാടകം. അപ്പൊ എഴുതിയ ആളെ ഏകാംഗിക്കാർ എന്ന് പറയും. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഏതാണ്? കിസ് തരഹ് കി രചന ഹെ കഹാ. अब जो कहानी का नाम क्या है? चलेम. कहानी का नाम क्या है? चलेम. ചലേം കഹാനിക കഹാനിക്കാര കോൻ ഹെ, എഴുതിയ ആൾ ആരാണ്? സാരിക ടാക്കൂർ. അതിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്, സാരിക ടാക്കൂർ. പിന്നെ ഓക്കെ അല്ലേ? സാരിക ടാക്കൂറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിലുള്ളത്. നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ ചലേം എന്ന് പറയുന്ന പാഠഭാഗത്തിലോട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ കാണാൻ പറ്റുന്നത്? 2 പേരല്ലേ. അത് ആരാണെന്നൊന്നും നമുക്കറിയില്ല. വേണമെങ്കിൽ നമുക്ക് എന്താ പറയാം, ആ അമ്മയാണ് മോനാണ് എന്നൊക്കെ പറയല്ലേ. പക്ഷെ നമുക്ക് പാഠഭാഗം പഠിക്കുമ്പോഴല്ലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. സൈക്കിളുണ്ട്, സ്കൂട്ടിയുണ്ട്. നമുക്ക് നോക്കാം. टुक्कू कई दिन से साइकिल की जिद कर रहा था. ടുക്കു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുഞ്ഞിൻ്റെ പേരാണ്, ഒരു കുട്ടിയുടെ പേരാണ് ടുക്കു. ടുക്കു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലെ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കൈ ദിൻസേ സൈക്കിൾ കി സിദ് കർ രഹാ ഥാ. സിദ് എന്നാണ് കേട്ടോ, ജാരിടയിൽ കുത്തുള്ളപ്പോൾ സ സൗണ്ടാണ് വരുന്നത്, ഇസഡിൻ്റെ. അപ്പം കുറേ ദിവസമായിട്ട് സൈക്കിളിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നുണ്ട്. നിങ്ങളും അങ്ങനെയല്ലേ മക്കളെ? എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കരയാറില്ലേ, വാശി പിടിക്കാറില്ലേ? ഇപ്പോൾ സൈക്കിളായാലും ഇപ്പോൾ ഈ കാണുന്ന കുറേ പേർക്കെങ്കിലും സൈക്കിളൊക്കെ സ്വന്തമായിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടുകാരോട് ബഹളം വെച്ചതും, അല്ലെങ്കിൽ അത് തന്നെ ആവണമെന്നില്ല, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടൊക്കെ ബഹളം വെച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാശി പിടിക്കുക. അതുപോലെ തന്നെ ടുക്കു കൈ ദിൻസേ, ഒത്തിരി നാളായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? സൈക്കിളിന് വേണ്ടിയിട്ട്. ജിദ് കർ രഹാ ഥ എന്ന് വെച്ചാൽ എന്താണ്? വാശി പിടിക്കുന്നുണ്ടായിരുന്നു. മീനിങ് എഴുതിയിട്ടുണ്ട് കേട്ടോ. വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അമ്മാനെ ടുക്കു കെലിയെ, അമ്മ എന്ത് ചെയ്തു? ടുക്കു കെലിയെ. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ അമ്മയും മോനുമാണെന്ന്. അപ്പോൾ മോൻ്റെ പേരാണ് ടുക്കു. അമ്മ ടുക്കുവിന് വേണ്ടി, കേലിയെ വേണ്ടി, സൈക്കിൾ ഓർ അപ്പിനെ ലിയെ എക് സ്കൂട്ടി ഹരീദ് ലി. എന്ന് വെച്ചാൽ എന്താണ്? അമ്മ ടുക്കു ഇങ്ങനെ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നത് കൊണ്ട് അമ്മ ടുക്കുവിന് വേണ്ടിയിട്ട് ഒരു സൈക്കിളും മേടിച്ചു. എന്നിട്ട് അമ്മയ്ക്ക് എന്തും വാങ്ങി? സ്കൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, സ്കൂട്ടർ തന്നെയാണ്. സ്കൂട്ടിയും വാങ്ങിച്ചു. पर आपको तो स्कूटी चलाना नहीं आता. ടുക്കുവിനെ അമ്മാസെ പൂച്ച എന്ന് വെച്ചാൽ എന്താ? ടു ആസ്ക് അല്ലേ, ചോദിക്കുക. ടുക്കു അമ്മയോട് ചോദിച്ചു, पर आपको तो സ്കൂട്ടി ചലാന നഹീ മാത്ത. പക്ഷെ അമ്മയ്ക്ക് എന്തറിയില്ല? സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. അമ്മയ്ക്ക് എന്താ സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. തുമേം ഫി തോ സൈക്കിൾ ചലാന നഹീ മാത്ത. അമ്മാനെ കഹ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതിന് നിനക്കും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ. ശരി, ഇപ്പോൾ കോംപ്രമൈസ് ആയല്ലേ. എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല, നിനക്ക് സൈക്കിൾ ഓടിക്കാനും അറിയില്ല എന്ന് പറയുന്നുണ്ട്. മേ സീഖ് ലൂങ്ക ധീരെ ധീരെ ടുക്കു ബോല. ബോൽന പറയുക. അപ്പോൾ ടുക്കു ബോല എന്ന് വെച്ചാൽ എന്താ? ടുക്കു പറഞ്ഞു. മൈം സീഖ് ലൂങ്ക ധീരെ ധീരെ, ധീരെ ധീരെ, പതിയെ പതിയെ. എന്ത് ചെയ്യാം? സീഖ് ലൂങ്ക പഠിക്കാം. മൈം ഞാൻ,
പതിയെ പതിയെ പഠിച്ചെടുത്തോളാം എന്നാര് പറയുന്നുണ്ട്? ടുക്കു ബോല, ടുക്കു പറയുന്നുണ്ട്. അപ്പോൾ മായും ഫി സീഖ് ലൂങ്കി ധീരെ ധീരെ, അമ്മ ഹസ്തേ ഹുയെ ബോലി. ഹസ്ന എന്ന് വെച്ചാൽ ചിരിക്കുക, ഹസ്തേ ഹുയെ ചിരിച്ചുകൊണ്ട്, ബോൽന പറയുക. അപ്പോൾ ഹസ്തേ ഹുയെ ബോലി എന്ന് പറഞ്ഞാൽ എന്താ? ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ടുക്കുവിൻ്റെ മറുപടി കേട്ടിട്ട് അമ്മ ചിരിച്ചുകൊണ്ട് പറയാണ്. എന്നാൽ പിന്നെയോ മേം ഭീ സീഖ് ലൂങ്കി ധീരെ ധീരെ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാനും പഠിക്കും അല്ലേ, ഞാനും പതിയെ പതിയെ പഠിച്ചോളും. കണ്ടോ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ധീരെ ധീരെ, പതിയെ പതിയെ ഞാനും പഠിച്ചോളും. ഉസ് രാത്ത് ദോനോ കോ നീന്ത് ന ആയി. ഉസ് രാത്ത് ആ രാത്രിയിൽ, ദോനോം കോ രണ്ടുപേർക്കും, ആർക്കൊക്കെയാണ്? അമ്മയ്ക്കും ടുക്കുവിനും. നീന്ത് ന ആയി, നീന്ത് എന്താണ്? ഉറക്കം. ന ആയി വന്നില്ല. ന എന്ന് പറഞ്ഞാൽ നഹീം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, അതിനാണ് നമ്മൾ ഞാന്ന് ഇടുന്നത്. ന ആയി വന്നില്ല. എന്ത് വന്നില്ല? നീന്ത്, ഉറക്കം വന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഉറക്കം വരാത്ത? അവർ എക്സൈറ്റ്മെൻ്റ് ആണല്ലേ, രാവിലെ ആകുമ്പോഴത്തേനും അവർക്ക് എന്ത് ചെയ്യണം? സൈക്കിളും സ്കൂട്ടിയൊക്കെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങളും അങ്ങനെയല്ലേ? നമ്മളിപ്പോൾ വേറൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ റിലേറ്റീവ്സായിട്ടോ എല്ലാവരുമായിട്ട് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നാളെയാണ് ട്രിപ്പ്. പക്ഷേ ഇന്ന് രാത്രി നമുക്ക് കിടക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ, നാളെ എങ്ങനെയായിരിക്കും? കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രിപ്പ് എല്ലാവരുമായിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരണമെന്നില്ല. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ടുക്കുവിനായാലും അമ്മയ്ക്കായാലും, അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ കാരണം അത്രയും വാശി പിടിച്ചിട്ട് കിട്ടിയതല്ലേ സൈക്കിളൊക്കെ. അപ്പം ഉറക്കം വന്നില്ല, അതാ പറയുന്നത് ഇവിടെ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവരെല്ലാവരും. ഓക്കെ, അപ്പോൾ അടുത്തത്, സുബഹ് ടുക്കൂനെ അപ്പനെ സൈക്കിൾ നികാലി. സുബഹ് എന്ന് വെച്ചാൽ എന്താ? രാവിലെ. സുബഹ് മോർണിംഗ്, രാവിലെ ആയപ്പോഴത്തേന് എന്ത് ചെയ്തു? ടുക്കു അപ്പനെ സൈക്കിൾ നികാലി, തൻ്റെ സൈക്കിൾ എടുത്തു. ആരാ? ടുക്കു സൈക്കിൾ എടുത്തു. അപ്പം അമ്മയോ? അമ്മ അപ്പനി സ്കൂട്ടി, അമ്മയുടെ സ്കൂട്ടറും എടുത്തു, ടുക്കുവിൻ്റെ സൈക്കിളും എടുത്തിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ज़्यादा दूर मत जाना, അമ്മ ने टुक्कू को समझाया. അമ്മ ടുക്കുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. സമച്ചായ മനസ്സിലാക്കി കൊടുക്കുന്നു. എന്താ? ജ്യാദ ദൂർ മത് ജാന, ജ്യാദ കൂടുതൽ ദൂരം പോകരുത്. മോനെ, നീ കൂടുതൽ ദൂരമൊന്നും, അല്ലെങ്കിൽ അധികം അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ അടുത്ത് നിന്ന് തന്നെ പഠിച്ചാൽ മതി, നീ അധികം ദൂരെ പോണ്ട എന്ന് ആരോട് പറയാണ്? അമ്മാനെ ടുക്കൂസേ കഹ, അമ്മ ടുക്കുവിനോട് പറയുന്നുണ്ട്. भी ज़्यादा दूर मत जाना, ടുക്കുവിനെ അമ്മക്കോ സമച്ചായ. അപ്പോൾ എല്ലാം അങ്ങനെയാണല്ലേ, അമ്മ ടുക്കുവിനോട് പറയുമ്പോൾ അതേ കാര്യം തന്നെ ടുക്കു അമ്മയോട് പറയും. അവർ രണ്ടുപേരും എന്താണ്? ഭയങ്കര കെയറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. भी ज़्यादा दूर मत जाना, അമ്മയും എന്ത് ചെയ്യണ്ട? അധികം ദൂരോട്ടൊന്നും പോകണ്ട. മത് പാടില്ല. അപ്പോൾ എന്താണ്? മത് ജാന പോകാൻ പാടില്ല. ടുക്കുവിനെ അമ്മക്കോ സമച്ചായ, ടുക്കു അമ്മയോടും പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ടെന്താ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്? ടുക്കു എങ്ങനെയാണ് സൈക്കിൾ ഓടിച്ച് പഠിക്കുന്നതെന്നാണ്. ടുക്കു പഹലെ ആധാ പെഡൽ മാറ. പെഡൽ നമുക്കറിയില്ലേ, സൈക്കിളിൽ നമ്മൾ ചവിട്ടുന്ന ഭാഗത്തല്ലേ നമ്മൾ പെഡൽ എന്ന് പറയുന്നത്. അപ്പോൾ പഹലെ ആധാ, പതിയെ പതിയെ ഇങ്ങനെ ആ ഒരു പെഡൽ നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, പതിയെ പതിയെ ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ ചവിട്ടുകയാണ്. തുടക്കമാണ്. നിങ്ങളും പഠിച്ചിട്ടില്ലേ സൈക്കിൾ ഓടിക്കുക? ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ആധാ പെഡൽ മാർത്തേ മാർത്തേ സീറ്റ് പർ ബൈഠ്നെ കി കോശിഷ് കി. അങ്ങനെ കണ്ടോ, ഈ കാല് വെച്ചിട്ട് ഈ പെഡലിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് പതിയെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, ആധാ പെഡൽ മാർത്തേ മാർത്തേ സീറ്റ് പർ ബൈഠ്നെ കി. സീറ്റ് പർ എന്ന് വെച്ചാൽ സീറ്റിൽ, ബൈഠ്നെ കി ഇരിക്കുന്നതിന് വേണ്ടി, കോശിഷ്കി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ കാല് വെച്ചിട്ട് പെഡലിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് സീറ്റിൽ എങ്ങനെയും ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പർ ജയ്സേ ഹി വോ സീറ്റ് പർ ബൈഠ ഹാൻഡിൽ ഹുമ. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു? സീറ്റിൽ കയറിയിരുന്നു. സീറ്റിൽ കയറി ഇരുന്നിട്ട് പെട്ടെന്ന് ഹാൻഡിൽ, അത് ഹാൻഡിലാണ് കേട്ടോ. ഹാൻഡിൽ ഹുമ എന്ന് വെച്ചാൽ എന്താണ്? ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചതും പാവ് പെഡൽ തക് ന പഹുഞ്ചേ, കാലെന്ത് ചെയ്തില്ല?
സൈക്കിളിൻ്റെ പെഡലിൽ എത്തിയില്ല. കാരണം വലിയ കാര്യത്തിൽ ബാലൻസ് ചെയ്തിട്ട് സൈക്കിളിലിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. ഇരിക്കാൻ പോയ സമയത്തേക്ക് എന്ത് പറ്റി? നമ്മുടെ ടുക്കുവിൻ്റെ കാല് ഈ സൈക്കിളിലെ പെഡലിലേക്ക് വയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്ത് സംഭവിക്കുമായിരിക്കും? അതെ, ബാലൻസ് ബിഗട. എന്താ ഈ ബാലൻസ് ബിഗട എന്ന് പറഞ്ഞാൽ? ബാലൻസ് കിട്ടിയില്ല. കാരണം കാലെന്ത് ചെയ്യാൻ പറ്റിയില്ല? ഇതിൽ പെഡലിൽ ചവിട്ടാൻ പറ്റിയില്ല. അപ്പോഴത്തേനും സീറ്റിൽ കയറിയിരുന്നു. പെട്ടെന്ന് ഹാൻഡിലെടുത്തു. അതെന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ബാലൻസ് തെറ്റി. സൈക്കിൾ ഠുക്കു ദോനോ ഗിർപടെ ധടാം. ധടാം എന്ന് പറഞ്ഞാൽ വീണ സൗണ്ടിനെ കേട്ടോ കാണിക്കുന്നത്. സൈക്കിളും ടുക്കും രണ്ടുപേരും വീണു. അങ്ങനെയല്ലേ, ബാലൻസ് തെറ്റി നമുക്ക് വീഴില്ലേ? അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമല്ലേ? ആദ്യമായിട്ട് എന്ത് കാര്യം നമ്മൾ പഠിച്ചു തുടങ്ങിയാലും അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടുക്കുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നമുക്കിനി നോക്കാം. ടുക്കുവിൻ്റെ കാര്യം തീരുമാനമായല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആരെ നോക്കാം? അമ്മ എങ്ങനെയാണ് സ്കൂട്ടി പഠിക്കുന്നത് നോക്കാം. ഉധർ, അവിടെ ആരാ? ഇവിടെ ടുക്കു ആണെങ്കിൽ അവിടെ അമ്മയാണല്ലേ. ഉധർ അമ്മ സ്കൂട്ടി സീഖ് രഹി ഥി. അവിടെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉനോനെ ഹാൻഡിൽ കോ ദോനോം ഹാത്തോം സെ കസ്കർ ദാമാ. ഈ അമ്മ എന്ത് ചെയ്തു? ഹാൻഡിൽ കോ, കണ്ടോ വണ്ടിയുടെ ഹാൻഡിലിനെ, ദോനോം രണ്ട്, ഹാത്തോം കൈകൾ, ദോനോം ഹാത്തോം രണ്ട് കൈകൾ കൊണ്ടും, കസ്കർ ധാമ മുറുകെ പിടിച്ച് ഇരിക്കുകയാണ് അല്ലേ. അമ്മയ്ക്ക് ആ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഹാൻഡിലിങ്ങനെ ഭയങ്കര ബലമായിട്ട് മുറുകെ പിടിച്ചിട്ടുണ്ട്. ബായേം ഹാത്ത് സേ വിത്ത് ലെഫ്റ്റ് ഹാൻഡ്. ബായേം എന്ന് വെച്ചാൽ ഇടത്, ദായേം എന്ന് പറഞ്ഞാൽ വലത്. അപ്പോൾ ഇടത് കൈയുണ്ട് ബ്രേക്ക് ദബായ. നമ്മളെപ്പോഴും ബ്രേക്ക് പിടിക്കുമ്പോൾ ഇടത് കൈയുണ്ടല്ലേ പിടിക്കുന്നത്. അങ്ങനെ ഇടത് കൈയുണ്ട് എന്ത് പിടിച്ചു? ബ്രേക്കിനെ അമർത്തി. ദായേം ഹാത്ത് സേ, ബായി നമ്മൾ ഇടതെന്ന് പഠിച്ചു. അപ്പോൾ ദായം എന്തായിരിക്കും? വലത് അല്ലെങ്കിൽ റൈറ്റ് സൈഡ്. ദായേം ഹാത്ത് സേ ആക്സിലേറ്റർ ഹുമായ. അപ്പോൾ ഇടത് കൈ വെച്ചിട്ട് ഇങ്ങനെ ബ്രേക്ക് ഭയങ്കര ടൈറ്റായിട്ട് പിടിച്ച് വെച്ചിരിക്കുകയാണ്. വലത് കൈ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ആക്സിലേറ്റർ കൊടുക്കുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ ആക്സിലേറ്റർ മൂവ് ആവുമോ? ഇല്ല അല്ലേ. പർ സ്കൂട്ടി വഹി ഘടി രഹി. പക്ഷേ സ്കൂട്ടി അങ്ങനെ തന്നെ നിന്നു അല്ലേ. അത് ചെറിയൊരു അനക്കം പോലും പറ്റില്ല. കാരണം എന്താ? ബ്രേക്ക് വിട്ടാൽ മാത്രമല്ല അത് മുന്നോട്ട് പോകും. ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ വല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല. ഫിർ അമ്മാൻ അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ തന്നെ വണ്ടി നിന്നു. എന്നിട്ട് അമ്മ പെട്ടെന്ന് ബ്രേക്ക് ചോട് ദിയ. ആ ബ്രേക്കിനെ പതിയെ അങ്ങ് വിട്ടു. ബ്രേക്ക് ചോട് തേഹി, ബ്രേക്ക് പൊട്ടിയതും സ്കൂട്ടി ഉച്ചലി ഓർ പിച്ചലെ പഹിയെ. അതായത് ബ്രേക്ക് അമ്മ ഇങ്ങനെ കുറച്ച് ലൂസാക്കിയപ്പോഴത്തേനും പെട്ടെന്ന് ഇവിടെ ആക്സിലേറ്ററും കൊടുത്തിട്ടുണ്ടല്ലേ. നമുക്കറിയാമല്ലേ സ്കൂട്ടിയൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ അമ്മയായാലും അച്ഛനായാലും ഒക്കെ ഓടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ബ്രേക്ക് ഇങ്ങനെ പതിയെ ബ്രേക്ക് വിട്ടപ്പോഴത്തേനും വണ്ടി പെട്ടെന്ന് ഇങ്ങനെ, നമുക്കറിയില്ലേ ബ്രേക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ അതിനെ വിളിക്കുമ്പോഴത്തേനും പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലുങ്ങും അല്ലേ. കുതിച്ചു, ഉച്ചലി എന്ന് പറഞ്ഞാൽ കുതിച്ചു, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനങ്ങി. ഓർ പിച്ചലെ പഹിയെ പർ ഹടി ഹോ ഗയി. എന്നിട്ട് വണ്ടി ഇങ്ങനെ പെട്ടെന്ന് അതിന് മൂവ്മെൻറ്റ് ഉണ്ടായി, ബാലൻസ് ഒക്കെ തെറ്റിയിട്ട് ആ ഒരു ഇളക്കം അതിന് വന്നു. അപ്പോൾ നമുക്കറിയാമല്ലേ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? അമ്മയും വീഴും അല്ലേ. അമ്മ ഓർ സ്കൂട്ടി ദോനോം ഗിരി ധടാം. അമ്മയും സ്കൂട്ടിയും ദാ കിടക്കുന്നു അവിടെ അല്ലേ. അപ്പോൾ ടുക്കുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ടുക്കും സൈക്കിളും അവിടെ കിടക്കുന്നു, അമ്മയും സ്കൂട്ടിയും ദാ ഇവിടെ കിടക്കുന്നു. ടുക്കു കെ സിർ പർ ഗൂമട്ട് നിക്കലായ. ടുക്കുവിൻ്റെ സിർപ്പർ, കണ്ടോ പാവല്ലേ വീണിട്ട് ഭയങ്കര വിഷമത്തിരിക്കുകയാണ്. സിർപ്പർ തലയിൽ ഗൂമട്ട് നിക്കലായ. ഗൂമട്ട് എന്ന് വെച്ചാൽ മുഴച്ചു പൊങ്ങി. അപ്പോൾ എവിടെയോ കാര്യമായിട്ട് ഇടി കെട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അമ്മാക്കി കൊഹ്നെ ഓർ ഘുട്നെ ചിൽ ഗയെ എന്ന് വെച്ചാൽ എന്താണ്? സ്കിൻ അറ്റ് ദി എൽബോ ആൻഡ് നീസ് വാസ് ക്രാഷ്ഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് നമ്മുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മാക്കി കൊഹിനി ഓർ ഘുട്നെ ചിൽ ഗയി. അമ്മയുടെ എന്തു പറ്റി? കൈമുട്ടും കാൽമുട്ടും എല്ലാം സ്ക്രാച്ച് വന്നു. വീണതല്ലേ, നമുക്ക് വീഴുമ്പോൾ എപ്പോഴും നമുക്കറിയാലേ പെട്ടെന്ന് മുറിവ് പറ്റുന്ന എവിടെയാണ്? കാൽമുട്ടിൽ അല്ലെങ്കിൽ കൈമുട്ടിലൊക്കെ അല്ലേ. അപ്പോൾ അമ്മ ഇങ്ങനെ വീണപ്പോൾ എന്തു പറ്റി? പക്ഷെ ടുക്കുവിൻ്റെ തല ഇങ്ങനെ മുഴച്ചു പൊങ്ങി, അമ്മയുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ നന്നായിട്ട് തൊലി ഇളകിയിട്ട് സ്ക്രാച്ച് വന്നിട്ടുണ്ട്.
രാത്തുക്കോ ദോനോ ബിസ്തർ പർ ലേട്ടേ थे. അങ്ങനെ രാത്രി എന്ത് ചെയ്യായിരുന്നു, ഇവർ കട്ടിലിൽ കിടക്കുമായിരുന്നു. അമ്മ ബോലി, അപ്പം അമ്മ പറഞ്ഞു, അബ് നഹീം ചലാവുങ്കി സ്കൂട്ടി, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കൂട്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനി ഞാൻ സ്കൂട്ടി ഒന്നും ഓടിക്കുന്നില്ല. ലോഗ് ഹസ് രഹേ थे മുझे गिरता देखकर. ലോഗ് ആൾക്കാർ, ഹസ് രഹേ थे ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ? മുझे गिरता देखकर എൻ്റെ വീഴ്ച കണ്ടിട്ട്. ഞാനിങ്ങനെ ധടാമെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടിയിൽ നിന്ന് വീണത് കണ്ടിട്ട് എല്ലാവരും എന്നെ നോക്കി എന്ത് ചെയ്യുക, ചിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നാണ് പറയുന്നത്. അമ്മ പറയുന്നു, കണ്ടോ, അബ് നഹീം ചലാവുങ്കി സ്കൂട്ടി, ഇനി എനിക്ക് സ്കൂട്ടി ഒന്നും ഓടിക്കാൻ പറ്റില്ല. ലോഗ് ഹസ് രഹേ थे മുझे गिरता देखकर, ഞാൻ വീഴുന്ന കണ്ടിട്ട് അവർ ഭയങ്കര ചിരിയാണ്. ദിൽ ചിരിയാണ്. ഗിർ ഗയേ തോ ക്യാ, അപ്പോൾ പറയുന്നുണ്ട് മസാ തോ ആയ. അപ്പോൾ ടുക്കു ഇങ്ങനെ പറയാണ്, ഗിർ ഗയേ തോ ക്യാ, വീണു, ശരിയാ വീണു, ഇപ്പോൾ നമ്മളെ കളിയാക്കി, അതൊക്കെ ഓക്കെയാണ്. ഗിർ ഗയേ തോ ക്യാ, അങ്ങനെ വീണെങ്കിൽ എന്താ, മസാ തോ ആയ, ചിരി വന്നു അല്ലേ. വീണെങ്കിൽ എന്താ കുഴപ്പം, ഇതൊക്കെ സ്വാഭാവികമല്ലേ, വീണെങ്കിൽ അതൊരു തമാശയല്ലേ. ടുക്കു ബോല, എന്താ ബോൽന പറയുക, ടുക്കു ബോല, ടുക്കു പറഞ്ഞു. കണ്ടോ, അമ്മയും സ്കൂട്ടിയും ദാ കിടക്കുന്നു. അപ്പോൾ ബാത് ഹോ സഹി ഹേ, ശരിയാ അല്ലേ, പറഞ്ഞ കാര്യം ശരിയാ. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, സ്കൂട്ടി പർ ബൈഠ്കർ മുझे ലഗാക്കി, സ്കൂട്ടിയിലിരുന്നപ്പോൾ മുझे എനിക്ക്, ലഗാക്കർ എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് തോന്നി, ലഗാക്കി തോന്നി, കി എന്തെന്നാൽ, എന്തെന്നാ അമ്മയ്ക്ക് തോന്നിയത്, മൈം ഹവാമേൻ തൈർ രഹി ഹൂ, കാറ്റത്ത് പറക്കുക എന്നാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കാറ്റത്ത് പറക്കുന്ന പോലൊരു ഫീൽ, നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ അങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ എന്താ, ഈ വണ്ടി ഇങ്ങനെ സ്കൂട്ടി ഓടിച്ചപ്പോഴത്തേനും ഞാൻ കാറ്റിൽ പറക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അത് വളരെ മനോഹരമാണല്ലേ. അപ്പോൾ അങ്ങനെ വീണെന്ന് പറഞ്ഞിട്ടോ ആരെങ്കിലും ചിരിച്ചെന്ന് പറഞ്ഞിട്ടോ നിർത്തി പോണോ, വേണ്ട. ദോനോംനെ തൈക്കിയ, ദോനോം രണ്ടുപേരും, തൈക്കിയ എന്ന് വെച്ചാൽ എന്താ, തീരുമാനിക്കുക, ടു ഡിസൈഡ് എന്നാണ് കേട്ടോ. തൈക്കിയാക്കി രണ്ടുപേരും തീരുമാനിച്ചു, കി എന്തെന്നാൽ, കൽ ഫിർ കോശിഷ് കരേങ്കെ, നാളെ എന്ത് ചെയ്യാം, ഫിർ വീണ്ടും, കോശിഷ് കർന ശ്രമിക്കുക, ഇതേ സമയം അല്ലേ, അല്ലെങ്കിൽ തന്നെ നാളെ എന്ത് ചെയ്യും, വീണ്ടും ശ്രമിക്കും. ദോനോം എക് ദൂസരേക്കെ ഗലേമേം, രണ്ടുപേരും കഴുത്തിലെന്നാണ് കേട്ടോ, രണ്ടുപേരും പരസ്പരം അവരുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കിടന്നുറങ്ങി. ബാഹേൻ ഡാൽക്കർ, കണ്ടോ, ഗലേമേം ബാഹേൻ ഡാൽക്കർ, ഗലേന്ന് വെച്ചാൽ കഴുത്ത്, ബാഹ എന്ന് പറഞ്ഞാൽ കൈകൾ. അപ്പം അവരിങ്ങനെ കൈകൾ, അതായത് എന്താ പറയുക, ഹഗ് ചെയ്ത് കിടക്കുക, നമ്മൾ കെട്ടിപ്പിടിച്ച് കിടക്കുമെന്ന് പറയില്ല, അതുപോലെ സോഗയ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അമ്മാനെ സ്വപ്ന ദേഖ, ആ ഉറങ്ങിയ സമയത്ത് അമ്മ ഒരു സ്വപ്നം കാണുന്നു. വോ ടുക്കു സ്കൂട്ടി പർ ബിഠായെ സ്കൂൾ ചോടന ജാ രഹി ഹെ, എന്താ കണ്ടത് അമ്മ, വോ ടുക്കുവിനെ സ്കൂട്ടി പർ ബിഠായെ, സ്കൂട്ടിയിൽ ഇരുത്തിക്കൊണ്ട് എവിടെ കൊണ്ടുവിടുന്നു, സ്കൂൾ ചോടനെ ജാ രഹി ഹെ എന്ന് വെച്ചാൽ എന്താ, സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആര്, അമ്മ ടുക്കുവിനെയും കൊണ്ട് സ്കൂളിൽ പോകുന്ന ആ ഒരു ഭംഗിയല്ലേ, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച അമ്മ സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത്. ഉസി വക്ത്, അപ്പോൾ ആ സമയത്ത് ആര് കാണുന്നു, ടുക്കും സ്വപ്നം കാണുന്നുണ്ട്. ഏക്ക് സപ്ന ദേഖാ രഹാ ഥാ കി, ഒരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. കി എന്തെന്നാൽ, എന്തായിരിക്കും കണ്ടത്, ടുക്കുവിന് സൈക്കിളായിരിക്കും അല്ലേ. അമ്മാക്കോ അമ്മയെ, സൈക്കിൾ പർ ബിഠാക്കർ ബാസാർ ഹുമാ രഹാ ഹെ, അമ്മയെ ഇരുത്തിയിട്ട് ആ സൈക്കിളിൽ എവിടെ, ചന്ത, ബാസാർ എന്ന് വെച്ചാൽ ചന്ത അല്ലെങ്കിൽ മാർക്കറ്റ് എന്നാണ്. ബാസാർ ഹുമാ രഹാ ഹെ, ആ ചന്തയ്ക്ക് ചുറ്റും അല്ലേ, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചന്തയിലോട്ട് കൊണ്ടുവന്നതായിട്ടാണ് ടുക്കു സ്വപ്നം കാണുന്നത്. അപ്പോൾ അമ്മ കണ്ടത് എന്താ, ടുക്കുവിനെ സ്കൂളിലോട്ടാക്കുന്നതാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ഒരു കാര്യം പുതിയതായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്കതിൽ വീഴ്ചകളൊക്കെ സംഭവിക്കും അല്ലേ. നമ്മൾ ആ വീഴ്ച പറ്റിയെന്നും പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ ഹിന്ദി പാടാണ്, ഓക്കെ, പാടെന്ന് വിചാരിച്ചിട്ട് പഠിക്കാണ്ടിരുന്നാൽ അത് നമുക്കല്ലേ നഷ്ടം, നമുക്ക് പിന്നെ പഠിച്ചെടുക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ. വേണമെന്ന വാശിയോടെ മുന്നോട്ട് പോകുമ്പോഴത്തേനും നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അതാ പറഞ്ഞത്, നമ്മളിപ്പോൾ വീണു, കുഴപ്പമില്ല, മറ്റുള്ളവർ ചിരിച്ചോട്ടെ, അതൊരു തമാശയല്ലേ, തമാശയായിട്ട് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിക്കാണ്ടിരിക്കണോ, പഠിച്ചില്ലെങ്കിൽ ആർക്കാ നഷ്ടം,
നമുക്കല്ലേ നഷ്ടം. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ പഠിച്ചില്ലെങ്കിൽ സ്കൂട്ടി പഠിച്ചില്ലെങ്കിൽ ടുക്കുവിൻ്റെ അമ്മയ്ക്കും അല്ലേ നഷ്ടം. അവർക്ക് ഓരോ കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റില്ലല്ലേ. വണ്ടിയൊന്നും പഠിച്ചില്ല, വണ്ടിയൊന്നും എടുത്തില്ല എങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവരെന്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ അവർ നമ്മളെ നോക്കി ചിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കെന്താണ്, നമ്മളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളൊരിക്കലും പരാജയപ്പെടരുത്. നമ്മൾ അതിൽ നിന്ന് പിന്മാറുമ്പോൾ മാത്രമാണ് പരാജയപ്പെടുന്നത്. പക്ഷേ എപ്പോഴും എന്ത് ചെയ്യുക, കീപ് ഗോയിങ്, പൊക്കോണ്ടേയിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ചേസിങ് യുവർ ഡ്രീം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് വളരെ നന്നായിട്ട് ഒരു തവണ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും മനസ്സിലാവുന്നത് വരെയും കറക്റ്റ് ആക്കുന്നത് വരെയൊക്കെ വായിക്കുക. മീനിങ് പറഞ്ഞു നോക്കുക. ഇതുപോലെ ഓരോ സെൻറ്റൻസ് ആയിട്ട് മീനിങ് പറഞ്ഞു പോയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഹിന്ദി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ശരി, താങ്ക് യു. ബാക്കി ഇതിൻ്റെ പാഠഭാഗത്തിലെ ചോദ്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിലോട്ട് കാണാം. താങ്ക് യു.